പി.വി. അൻവർ എം.എൽ.എ. ഉന്നയിക്കപ്പെട്ട രണ്ടാമത്തെ ആരോപണത്തിൽ ഒരു റിദാൻ ബാസിൽ എന്ന് പറയുന്ന ഇടപെടലിലെ കൊലപാതകം സംബന്ധിച്ച് അതിൽ അദ്ദേഹത്തിന്റെ റിദാൻ എന്ന് പറയുന്ന മരണപ്പെട്ടയാളുടെ എളാപ്പ പിന്നെ മുജീബ് നമ്മോടൊപ്പം ചേരുകയാണ്. പി.വി. അൻവർ എം.എൽ.എ. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? അതെ, നേരത്തെ നിലവിൽ നിങ്ങൾക്ക് ഈ അന്വേഷണം സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന ഷാൻ എന്ന് പറയുന്ന ആള് കൊന്നിട്ടുണ്ടെങ്കിലും നമുക്കതിൽ സംശയം എന്താ വെച്ചാൽ ഷാൻ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ നല്ലൊരു ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് ആദ്യമുണ്ട്. രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് റിദാന്റെ കയ്യിലുള്ള ആപ്പിളിന്റെ ഫോണും വേറൊരു ഫോണും, ആ രണ്ട് ഫോണും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങളെ മനസ്സിൽ ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ റിദാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഫോണിൽ എല്ലാരെയും ഡീറ്റെയിൽ ഉണ്ട്, ഇത് ഞാൻ എല്ലാരെയും കൊടുക്കും, ഒരിക്കലും ഞാൻ ആരെയും വിടില്ല. ഞാൻ നിരപരാധിയായാണ് ഈ സംഭവത്തിലൊക്കെ പോയത്. MDMന്റെ കേസിലൊക്കെ ഞാൻ നിരപരാധിയാണ്. ഇതിൽ എന്നെ ഡാൻസ് ആപ്പ് എന്ന് പറയുന്ന ടീമാണ് കുടുക്കിയത്. ആ കുടുക്കിയ ആളുകളെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇവനെ എന്റെ വീട്ടിൽ നിന്ന്, അതായത് അവനെ റിദാനെ ഇറക്കി കൊണ്ടുപോകുന്നത് ഈ ഷാൻ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ഷാൻ ഞങ്ങൾ സംശയിക്കാനും ഈ ഷാൻ തന്നെയാണെന്നുള്ളത് ഞങ്ങള് ഇതാക്കാനും കാരണം. അപ്പം ഈ ഷാൻ അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ 10:30 മണിക്ക് അവൻ അവിടെ വിട്ടിട്ട് വേറെ 2 പേര് വന്നപ്പോൾ അവനവിടെ ഇറക്കി ഞാൻ പോന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവനെ കാണാനില്ല എന്ന് അവന്റെ വൈഫ് വിളിച്ചു പറഞ്ഞിട്ടും ഷാന് ഒരു അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വന്നില്ല. രാവിലെ ഈ പെരുന്നാളിന്റെ അന്ന് രാവിലെ വന്നിട്ട് ഇവൻ വന്നിട്ട് ഈദ് മുബാറക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ ഫാമിലിനായിട്ടാണ് വരുന്നത്. അവന്റെ ഭാര്യയും ഇതൊക്കെ വന്നിട്ട് ഇവരോട് പറയാണ്, റിദാന്റെ ഭാര്യനോട്. അത് വന്നപ്പോൾ ഞാൻ ഇനിയും വന്നിട്ടില്ലേ എന്നുള്ളൊരു ഇത്. അപ്പൊ റിദാന്റെ അനിയുണ്ട് അവിടെ. നിങ്ങളപ്പോ ഇന്നലെ രാത്രി അവനെ കൊണ്ടുപോയി അപ്പൊ എന്റെ ഒരു സ്ഥലമുണ്ട് പുലിക്കുന്ന് അറിയാം, അതായത് അവിടെ ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്നത് SP-യുടെ സുജിദാസിന് കീഴിലുണ്ടായിരുന്ന സംഘമായിരുന്നു. ആ സംഘമാണ് ഇതിന് പിന്നിൽ നിന്ന് സംശയിക്കുന്നത്. അതായത് അങ്ങനെയാണ് ഇപ്പൊ ഇത്. കാരണം എന്താ വെച്ചാല് MDMA കേസിൽ ഡാൻസ് അപ്പ് ടീമാണ് ശരിക്കും അന്ന് റിദാനെ കുടുക്കിയത്. കാരണം അദ്ദേഹം നിരപരാധിയാണെന്ന് ഞങ്ങൾ പോലും അവന് എന്തെങ്കിലും കേസില്ലാതപ്പം പോലീസ് പിടിക്കുമെന്ന്, പക്ഷെ അവന് തീർച്ചയായും 100% അവൻ നിരപരാധിയാണെന്ന് പിന്നീട് ആണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോഴാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഡാൻസ് അപ്പിന്റെ സത്യസന്ധത നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു സുജിദാസ് SP എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഈ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സംസാരിച്ചു. അതായത് ഞങ്ങൾ ഇത് ഞങ്ങള് SP-നെ കാണാൻ പോയി. ഞങ്ങൾ പോയ സമയത്ത് SP ചോദിച്ചു, ഈ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാന്നുണ്ട്, SP ഇങ്ങോട്ട് സംസാരിക്കുക. എന്താ സാറേ നിങ്ങൾ പറഞ്ഞോളൂ. അത് പറയുമ്പോൾ എന്താ ചോദിച്ചാൽ ഈ ഷാന്റെ ഫാമിലി ഷാന്റെ ആളുകളും വന്ന് നിങ്ങൾക്കൊരു 40 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുമോ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, ഞങ്ങളെ മകൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ഇതിന് മേലെ 40 അല്ല 10 കോടി തന്നാൽ ഞങ്ങൾ പിന്മാറൂല. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓഫർ SP തന്നെ മുന്നോട്ട് SP തന്നെ ഞങ്ങളോട് പറഞ്ഞു. SP ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ SP പറയണത് എന്താ വെച്ചാല് ഷാൻ SP-നോട് സംസാരിച്ചു, അതായത് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങും, എന്നിട്ട് അവർക്ക് ഞാൻ പൈസ കൊടുക്കും, സെറ്റിലാക്കും, അതോടുകൂടി കേസ് പിൻവലിയും, ഞാൻ ഫ്രീ ആവും എന്നുള്ള രീതിക്ക് ആണ് പിന്നെ SP-നോട് ഷാൻ സംസാരിച്ചത് എന്ന് SP ആണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ SP ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് പൈസ കൊടുക്കും അല്ലെങ്കിൽ തരും, അതോടുകൂടി നിങ്ങൾ പിൻവലിയാലോ എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ തയ്യാറാവൂലെന്ന് പറഞ്ഞു. ഒരു ഉറപ്പ് നിങ്ങളെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് എന്നാലും ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ സംശയം തോന്നില്ല SP-യുടെ? അല്ല, SP-യുടെ നമുക്കൊന്നും തോന്നില്ല. കാരണം SP ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ കാണാൻ, ഞങ്ങളെ ഇവിടുന്ന് ഞങ്ങളെ കുടുംബത്തോളം അവിടെ വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പി.വി. അൻവർ എം.എൽ.എയുടെ ഇത് വന്നപ്പോൾ എന്തെന്ന് തോന്നുന്നു ഈ മൊത്തത്തിൽ? അതായത് ഇതിനെന്താ വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ വരാൻ കാരണം അൻവർ സാർ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞങ്ങൾക്കും ഇതിന്റെ മുമ്പേ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ആരോട് ഇത് പറയും എന്നില്ല അറിയില്ല. ഞങ്ങള് ആകെ ഇതിൽ ചെയ്തത് എന്താ വെച്ചാൽ ഈ കേസിന്റെ ഇത് ഇവർ ക്ലോസ് ചെയ്തതോടുകൂടി ഇതിന്റെ കോപ്പി മുഴുവൻ നമ്മളിത് വക്കീലിനെ ഏൽപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വക്കീൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് അതേമാതിരി നമ്മൾ എന്ത് ചെയ്തു, ഞമ്മക്കായിട്ട് ഒരു APP-നെ വെക്കണം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ബഷീർ MLA ഇതിൽ ഒരു ലെറ്റർ പേരിൽ വെച്ചിട്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ APP-നെ വെക്കാൻ വേണ്ടി തീരുമാനം കൊടുത്തു. ആ തീരുമാനം SP ഓഫീസിലേക്ക് അവർ വിട്ടിട്ട് SP ഓഫീസിൽ നിന്ന് പിന്നെ പറയുന്നത് എന്താണ്, ഇതിൽ അങ്ങനെ ഒരാളെ ആവശ്യമില്ല, ഇത് APP-ന്റെ ആവശ്യമില്ല, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു അഡീഷണൽ വക്കീലിനെ വെക്കാം എന്ന്. അതിനും ഞങ്ങൾക്ക് സംശയം വന്നു.
ഇപ്പം പറയുമ്പോ ഇതൊക്കെ സംശയങ്ങളാണ് നമുക്ക് വരുന്നത് കൂട്ടി വായിക്കുമ്പോ. പിന്നെ ഞങ്ങളെ മോളെ അടിച്ചപ്പോഴാണ് ഇപ്പം ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പം മരുമകളെ അടിച്ച് അവര് ഇതാക്കി ഷാനായിട്ട് ബന്ധം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവര് പലത് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അവര് അത്രത്തോളം മർദ്ദിച്ചിട്ടുണ്ട്. മരുമോളെ ഈ ഷാനും അതായത് റിദാന്റെ വൈഫും തമ്മിലുള്ള അലയൻസ് ആണെന്നില്ല വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് പല കള്ളക്കഥകളും പിന്നെ ആരോപിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ പിന്നിൽ പറഞ്ഞാൽ അന്ന് SP അല്ല ഇവിടെ നിലമ്പൂര് എന്ത് ഓഫീസ് ക്രൈംബ്രാഞ്ച് നിലമ്പൂർ ഓഫീസിൽ നിന്നിട്ട് ഞങ്ങളെ ഒരു ഏകദേശം ഒരു 5 മണിക്ക് പോയിട്ട് 3 മണി അല്ല 9 മണി മർദ്ദിച്ചിട്ടുണ്ട്, മുടി പിടിച്ചു വലിച്ചിട്ടുണ്ട്, കാലിന് ഷൂട്ടിൽ ചവിട്ടിയിട്ടുണ്ട്, മുഖത്തടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പീഡിപ്പിക്കൽ അവിടെ സംഗതി നടന്നിട്ടുണ്ട്. പക്ഷെ അതായത് ഷാനും ഈ റിദാനും എന്റെ ഭാര്യയും തമ്മിൽ ബന്ധമുണ്ടെന്നില്ല ഇവര് വരുത്തി തീർത്തിട്ട് ഇവളെയും കൂടി ലോക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ ഒരു ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചപ്പോ സാറേ നിങ്ങളെ പഴയ ഡാൻസ് അപ്പിന്റെ പഴയ വൈരാഗ്യം വെച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്നല്ലേ അവിടെ അല്ല പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോഴാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മൊത്തത്തിൽ സംശയത്തിലാണ്. ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് CBI അന്വേഷിക്കണം. കാരണം വേറെ ഒരു ഇതിലും ഞങ്ങൾക്ക് വിശ്വാസമല്ല. CBIനെ കൊണ്ട് തന്നെ അന്വേഷിച്ചിട്ട് ഇതിന്റെ ആരൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അവരൊക്കെ ഇതിൽ കൊണ്ടുവരണം എന്നില്ലാണ് ഞങ്ങൾ ആഗ്രഹം. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിലൊക്കെ പരാതി കൊടുക്കും. എന്തായാലും ഈ PV അൻവറിന്റെ വെളിപ്പെടുത്തലോടുകൂടി അന്വേഷണം പോലീസ് തന്നെ അട്ടിമറിച്ചെന്നുള്ള ആരോപണം അവർ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണം. ഇക്കാര്യത്തിനായി മുഖ്യമന്ത്രി സമീപിക്കാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. ജയ്സൽ ബാബുരാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.